നിങ്ങൾ ഇതുവരെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല? ഇല്ല, ചെയ്തില്ല. അതെന്താ? നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ കാണണ്ടേ? തീർച്ചയായും കാണണം, നല്ല വീഡിയോ ആണ്. എങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതെങ്ങനെ ചെയ്യാം? ഓക്കെ, ചെയ്യാം, തീർച്ചയായും ചെയ്യാം. ഹലോ മൈ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ മലയാളം ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ ഡെസ്ക് ടോപ്പിലെല്ലാം നമ്മൾ ഓരോരോ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഇതാ ഓൾ പ്രോഗ്രാംസിൽ പോയിട്ട് നമ്മളിപ്പോൾ ഈ വിൻസിപ്പിൻ്റെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഡെസ്ക് ടോപ്പിൽ വരുത്തണമെങ്കിൽ നമ്മൾ ഈ വിൻസിപ്പിലേക്ക് പോകുന്നു ആദ്യം. അതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ റൈറ്റ് ബട്ടൺ എടുത്തിട്ട് പിൻ ടു സ്റ്റാർട്ട് ചെയ്യാനല്ല, സെൻഡ് ടു ഡെസ്ക് ടോപ്പ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാണ് പതിവ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വിൻസിപ്പ് ഇവിടെ വന്നിട്ടില്ല, ഷോർട്ട് കട്ടിലൊക്കെ വന്നിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞുള്ളൊരു കാര്യം അതോടുകൂടി പറയുകയാണ്. വിൻസിപ്പിൽ നിങ്ങളിവിടെ റൈറ്റ് ബട്ടൺ എടുത്തിട്ട് പിൻ ടു സ്റ്റാർട്ട് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ സ്റ്റാർട്ട് മെനുവിന് ഈ മുകളിലുള്ള ഈ ഫസ്റ്റ് സെക്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സോഫ്റ്റ്വെയർ ഇവിടെ കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ വരുന്നതിനാണ് പിൻ ടു സ്റ്റാർട്ട് മെനു ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അതല്ല. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഇതിവിടെ ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ഡെസ്ക് ടോപ്പിൽ വിൻസിപ്പ് ചെയ്തു. അതിന് ശേഷമുള്ളതാണ് ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഈ ഷോർട്ട് കട്ടിൽ എല്ലാത്തിലും ഓരോരോ ചെറിയ ചെറിയ ആരോ കാണുന്നത് കണ്ടില്ലേ? ആരോ ഇവിടെ ഇങ്ങനെ കാണും. പവർ ISIലും ഇവിടെ ഒരു ആരോ ഉണ്ട്, ഗൂഗിൾ ക്രോമിൽ ഒരു ആരോ ഉണ്ട്, മൈ കമ്പ്യൂട്ടറിൽ ആരോ ഇല്ല, മൈ ഡോക്യുമെൻറ്റ്സിൽ ആരോ ഇല്ല, മൈ നെറ്റ്വർക്ക് പ്ലേസിലൊന്നും ആരോ ഇല്ല. അപ്പം ഈ ആരോ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മൈ കമ്പ്യൂട്ടർ ഈ സെക്ഷൻ പോലെ നിങ്ങൾക്ക് ഇതും കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡെസ്ക് ടോപ്പിൽ വളരെ വൃത്തിയാവും ഈ ഷോർട്ട് കട്ട് ജസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. വളരെ ശ്രദ്ധിക്കുക. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് റൺ പറയുന്ന ഓപ്ഷൻ എടുക്കുക. അത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വിൻഡോസ് പ്രസ് ചെയ്തതിന് ശേഷം 6 എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. 6 റാറ്റ് എന്നുള്ള 6 ക്ലിക്ക് ചെയ്താൽ മതി. വിൻഡോസ് 6 ഞാനിതാ ക്ലിക്ക് ചെയ്യാൻ പോകുന്നു. വിൻഡോസ് 6. ഓക്കെ, ഇതിൽ നിങ്ങൾ അടിക്കേണ്ടത് റെഗ് എഡിറ്റ് എന്നതാണ്. റെഗ് എഡിറ്റിൻ്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം. REGEDIT, എഡിറ്റ് EDIT. അതിന് മുമ്പേ REG, റെഗ് എഡിറ്റ്, REGEDIT. അത് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 4 സെക്ഷനായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്ന് HK ക്ലാസസ് റൂട്ട്, HK കറണ്ട് യൂസർ. ഈ ഓപ്ഷനാണ് നിങ്ങൾക്ക് അത് അടിച്ചു കഴിഞ്ഞാൽ വരുന്നത്. റെഗ് എഡിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരുന്നത്. അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഷോർട്ട് കട്ട് പോവുള്ളൂ. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ HK ക്ലാസസ് റൂട്ട്, ഈ മുകളിലുള്ള ഈ സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ പോസിറ്റീവ് എന്ന് കാണുന്നത്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റത്തെ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം LNK ഫയൽ എന്ന് പറയുന്ന ഒരു ഫയൽ ഇതിൻ്റെ അകത്തുണ്ട്. LNK ഫയൽ, അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങളിങ്ങനെ കണ്ടുപിടിക്കാൻ ഈ മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് എവിടെയാണുള്ളത്, LNK ഫയൽ എവിടെയാണുള്ളത് എന്ന് സെർച്ച് ചെയ്യണം. അതിന് സിമ്പിൾ പരിപാടി ഒന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീബോർഡിലുള്ള L എന്ന കീ കുറേ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ LNK ഫയൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിതാ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് L. സി, ഇവിടെ Lലുള്ള ഓരോരോ ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. താഴത്ത് നിങ്ങൾക്ക് കാണാം. LNK ഫയൽ ഇതുവരെ എത്തിയില്ല. അതുകൊണ്ട് ഞാനിതാ ക്ലിക്ക് ചെയ്യുന്നത് വീണ്ടും L. ഞാനിതാ കുറേ നേരമായിട്ട് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ വരും. ഓക്കെ, LNK ഫയൽ ഇവിടെ ഞാൻ കണ്ടെത്തി. LNK ഫയൽ ഞാനിവിടെ കണ്ടെത്തി. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഡിലീറ്റ് ഞാനിതാ ചെയ്തു. ഓക്കെ, ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ അത് ഞാൻ ചെയ്തു. ഇനി അടുത്തതിന് ശേഷം അതേ സെയിം സെക്ഷൻ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം പിഫിൾ എന്ന് പറയുന്ന ഒരു ഫയൽ കൂടിയുണ്ട്. അവിടെയും കൂടി നമ്മൾ എത്തിച്ചേരേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ P എന്ന് അടിക്കുകയാണ്. പി എന്ന് കുറേ അടിച്ചു കഴിഞ്ഞാൽ പിഫിളിലേക്ക് നേരിട്ട് എത്തുന്നതായിരിക്കും. പിയിലേക്ക് എല്ലാം പിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിയിലുള്ള എത്തും. ഞാൻ പിഫിൾ എത്താൻ വേണ്ടിയിട്ടാണ് P ഒരുപാട് അടിക്കുന്നത്. എനിക്ക് കിട്ടിക്കഴിഞ്ഞു പിഫിൾ. ഇവിടെ
പിഫിൾ. ഞാൻ ഈ പിഫിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയും ഉണ്ട് ഫസ്റ്റ് ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ. അത് ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ആ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഏത്, ഈ ഷോർട്ട് കട്ട് ഒഴിവാക്കിയിട്ടുള്ള ഡെസ്ക് ടോപ്പിലുള്ള ഓരോരോ പ്രോഗ്രാംസും ഷോർട്ട് കട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാനിതാ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ചു വരാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഷോർട്ട് കട്ട് ഒഴിവാക്കിയിട്ടുള്ള പ്രോഗ്രാംസ്. ഓക്കെ. അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വന്നു. ഇപ്പോൾ നിങ്ങൾ അതിമനോഹരമായിട്ട് ഈ ഷോർട്ട് കട്ട്, ഇതിൻ്റെ എല്ലാം ഷോർട്ട് കട്ട് ഒഴിവാക്കിയിട്ടുള്ള ഫയൽസ്, പ്രോഗ്രാംസിൻ്റെ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് കണ്ടു. പക്ഷേ ഇവിടെയുള്ള ഏരോ മാർക്ക് എല്ലാത്തിലും പോയിട്ടുണ്ട്. കാണൂ, ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയുമില്ല. മൈ കമ്പ്യൂട്ടർ പോലെ ഇവിടെ ഒരു ഷോർട്ട് കട്ടിൻ്റെ അഭാവം നിങ്ങൾക്ക് എന്തായാലും ഒരു മനോഹരമായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇത് തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോ ഉണ്ടാക്കാനും പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനുമുള്ള ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം. ഒരുപാട് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച്, അതിനുശേഷം ആൻഡ്രോയിഡിനെ സംബന്ധിച്ച് എല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു മൈ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി അതോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കാതെ. ഓക്കെ, താങ്ക് യു.